ഹരേ കൃഷ്ണ. സർവം ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു. ഇന്ന് നമുക്ക് ഭക്തകവിയായ ഭാഗവതോത്തമനായ ശ്രീ പൂന്താനത്തെക്കുറിച്ച് അല്പം കാര്യങ്ങൾ സംസാരിക്കാം. നമ്മൾ ഭക്തന്മാരെക്കുറിച്ച് നോക്കുമ്പോൾ ഭഗവാന്റെ ഏറ്റവും സാത്വികരായ സാധുക്കളായ ഭക്തരെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മുന്നിലേക്ക് ഓർമ്മ വരുന്നത്, ഓടിയെത്തുന്നത് ശ്രീ പൂന്താനം നമ്പൂതിരിയാണ്. പൂന്താനത്തോളം ഭക്തിയുള്ളവർ, ഭഗവാന് പ്രിയപ്പെട്ടവർ ആരുണ്ട്? അപ്പോൾ ഏറ്റവും ശുദ്ധ സാത്വികരായിട്ടുള്ള മനുഷ്യരെ ഭഗവാൻ തൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നതിന് ഉത്തമ ഉദാഹരണമാണ് പൂന്താനത്തിൻ്റെ ആ ജീവിതം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന കേൾക്കുമ്പോൾ, അതിലെ ഓരോ വരികളും ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭക്തിയും അറിവും അതിനുപരിയായിട്ടുള്ള ആ പാണ്ഡിത്യവും ഒക്കെ നമുക്ക് മനസ്സിലാവുകയാണ്. വീണ്ടും വീണ്ടും നമ്മൾ അതിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പൂന്താനം നമ്പൂതിരിയെക്കുറിച്ച് മുൻപ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഭഗവാന്റെ ഭക്തരെക്കുറിച്ച് പറയുന്നത് എപ്പോഴും ഒരു ആനന്ദമാണ്. ഭഗവാൻ അവരിൽ കനിഞ്ഞരുളുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുകയും അത് കേൾക്കുകയും ആ ഒരു നിർവൃതിയിൽ ലയിക്കുകയും ഒക്കെ ചെയ്യുന്നത് മനസ്സിന് വല്ലാത്ത ഒരു സന്തോഷം നൽകുന്നതാണ്. മലബാർ ഏരിയയിലെ ഉള്ള ഒരു കീഴാറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് പൂന്താനം ഇല്ല. അത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് അല്പം അകലെയാണ്. പൂന്താനം വളരെ ഭക്തനായിരുന്നു. ഭഗവാന്റെ ഉണ്ണിക്കണ്ണനെ വളരെ ഭക്തനായിരുന്നു. ഭഗവാനെ കാണാൻ എന്നും ഗുരുവായൂർ ക്ഷേത്രത്തിൽ അദ്ദേഹം നടന്നു വരുമായിരുന്നു. അങ്ങനെ അനേകം കാലം അദ്ദേഹത്തിന് വളരെ പ്രായമായതിന് ശേഷം ഭഗവാനെ പ്രാർത്ഥിച്ച് കിട്ടിയതായിരുന്നു ഒരു ഉണ്ണിയെ. ആ ഉണ്ണിയുടെ കഥയെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ വളരെ ഒരുപാട് കാലത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം കിട്ടിയ കുഞ്ഞിൻ്റെ അന്നപ്രാശമായപ്പോൾ ബന്ധുക്കളെ എല്ലാം അദ്ദേഹം പോയി വിളിച്ചു. എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി അതിൽ പങ്കെടുക്കാൻ വന്നു. പല ദൂരദേശങ്ങളിൽ നിന്ന് വന്നവർ അവരുടെ ഭാണ്ഡങ്ങളും വസ്ത്രങ്ങളും ഒക്കെ ഒരു മുറിയിലേക്ക് കൊണ്ടുവച്ചു. പക്ഷേ ആ മുറിയിലായിരുന്നു കുഞ്ഞിനെ പാല് കൊടുത്ത് ഉറക്കി ഭദ്രമാക്കി വസ്ത്രമൊക്കെ ഇട്ട് മൂടി ഇട്ടിരിക്കുന്ന ആ കുഞ്ഞിൻ്റെ മുകളിലാണ്. അത് വന്നവർ കരുതി അവിടെ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്ന സ്ഥലമാണെന്ന്. കുഞ്ഞതിലുണ്ടെന്നുള്ളത് അറിയാതെ വന്നവർ വീണ്ടും അവരവരുടെ ഭാണ്ഡങ്ങളും വസ്ത്രങ്ങളും ആ കുഞ്ഞിൻ്റെ ദേഹത്തേക്ക് ആണ് പിന്നെയും വെച്ചത്. ഇല്ലത്തിൻ്റെ ഇരുണ്ട മുറികളിൽ എവിടെങ്കിലും ആകാം അത്. അപ്പോൾ കുഞ്ഞിനെ അന്നപ്രാശത്തിന് വേണ്ടി കുഞ്ഞിനെ എടുക്കാൻ, ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുക്കാൻ ചെന്ന ഇല്ലത്തമ്മ ഈ വസ്ത്രങ്ങളുടെ കെട്ടുകൾ മാറ്റി മാറ്റി ചെന്ന് കുഞ്ഞിനെ എടുക്കുമ്പോഴാണ് കുഞ്ഞ് മരിച്ചുപോയി, ശ്വാസം മുട്ടി എന്നറിയുന്നത്. ആ ഒരു വേദന, എത്രയോ കാലം ഭഗവാനെ പ്രാർത്ഥിച്ച് കിട്ടിയിട്ട് ആ കുഞ്ഞിനെ തങ്ങളുടെ കയ്യബദ്ധം കൊണ്ട് ആ ഒരു നല്ല ദിവസം തന്നെ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത് എന്ത് വലിയൊരു ഷോക്കായിരിക്കും ആ ദമ്പതികൾക്കുണ്ടായത്. ആ ഒരു വേദന സഹിക്കാൻ വയ്യാതെ പൂന്താനത്തിൻ്റെ മാനസിക നില തന്നെ തെറ്റിപ്പോയി. ഇതിൽ നിന്നൊരു പരിഹാരമായ വേദനയിൽ നിന്ന് കരകയറുവാൻ പൂന്താനം ഒരുപാട് ശ്രമിച്ചു. ഒരു കാരണവശാലും പൂന്താനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വയ്യ. പൂന്താനം മാനസികമായി തകർന്ന് കരഞ്ഞ് അങ്ങ് ഹൃദയം തകരുന്ന വേദനയോടെ എങ്ങനെ നോക്കിയിട്ടും ആ വേദനയിൽ നിന്ന് മാറാൻ കഴിയുന്നില്ല. അവസാനം വീണ്ടും കുഞ്ഞിനെ തന്ന ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു അവിടെ പോയി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനമിരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയെങ്കിലും തൻ്റെ ഹൃദയത്തിന് കുറച്ച് ആശ്വാസം കിട്ടുമല്ലോ, ഈ ദുർഘടമായ വേദനയിൽ നിന്ന് തൻ്റെ മനസ്സിന് കുറച്ച് മോചനം കിട്ടി ഭഗവാൻ തന്നെ ഒന്ന് ഉയർത്തുമല്ലോ എന്ന് കരുതി അവിടെ ഭജനം ഇരിക്കാൻ പോവുകയാണ്. അവിടെ ചെന്നിട്ട് ഭഗവാനോട് തൻ്റെ ഉണ്ണിയെക്കുറിച്ച് ഓർത്തോർത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ആ വേദന, എൻ്റെ ഉണ്ണിയെ, അവിടുന്ന് തന്ന ഉണ്ണിയെ എന്തിനാണ് കണ്ണാ നീ എടുത്തത് എന്നൊക്കെ ചോദിച്ച് കരയുകയാണ് പൂന്താനം. വേദന സഹിക്കാൻ വയ്യ. എല്ലാ സ്നേഹവും സന്തോഷവും
എല്ലാം ആ കുഞ്ഞായിരുന്നു. അതിനെ ഒന്ന് കണ്ട് കൊതി തീരുന്നതിന് മുമ്പ് ഭഗവാൻ അങ്ങ് എടുത്തല്ലോ എന്നൊക്കെയുള്ള പരാതിയിൽ സഹിക്കാൻ വയ്യാതെ പൂന്താനം കരയുകയാണ്. അപ്പോൾ ആ രാത്രിയിൽ മയക്കത്തിൽ ഉണ്ണിക്കണ്ണൻ വന്ന് പൂന്താനത്തിനോട് ചോദിക്കുകയാണ്, പൂന്താനം എന്തിനു വിഷമിക്കുന്നു പൂന്താനം? ഞാനില്ലേ ഉണ്ണിയായിട്ട് അങ്ങയുടെ കൂടെ, പിന്നെ എന്തിനാ പൂന്താനം വിഷമിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ചോദ്യം കേട്ടുണർന്ന പൂന്താനത്തിന് വളരെ സമാധാനം തോന്നി, സന്തോഷം തോന്നി. തൻ്റെ ഹൃദയഭാരമൊക്കെ ഇറക്കി വെച്ച ഒരു അനുഭവം തോന്നി. ആ ഒരു സന്തോഷത്തിൽ പൂന്താനം എഴുതിയതാണ് ജ്ഞാനപ്പാന. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനം ഇരിക്കുമ്പോൾ എഴുതിയതാണ് ജ്ഞാനപ്പാന. പാന എന്നാൽ വളരെ ലളിതമായി നീട്ടി പാടാൻ കഴിയുന്ന പാട്ടുകളുടെ രൂപത്തിൽ എഴുതുന്നതിനെയാണ് പാന എന്ന് വെച്ചാൽ പാട്ട്. വളരെ ലളിതമായ രീതിയിൽ എഴുതി പാടാൻ പറ്റുന്ന, എല്ലാവർക്കും അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്ന, പണ്ഡിതനും പാമരനും എല്ലാം അർത്ഥം മനസ്സിലാകുന്ന പോലെ ശുദ്ധ മലയാള ഭാഷയിൽ ഇങ്ങനെ ലളിതമായി എഴുതുന്ന, നീട്ടി പാടാൻ പറ്റുന്ന കൃതികളെയാണ് പാനകൾ എന്ന വിഭാഗത്തിൽ പെടുത്തുന്നത്. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹ സാഫല്യത്തിൽ, ആ ജ്ഞാനത്തിൻ്റെ ഒരു പരിപൂർണതയിൽ ഭഗവാൻ ഒരാളെ അനുഗ്രഹിച്ചാൽ പിന്നെ പരമാനന്ദമാണ്, ജ്ഞാനമാണ്, എല്ലാം പൂർണ്ണ അറിവാണ്. അതാണ് ജ്ഞാനപ്പാന നമ്മൾ കേൾക്കുമ്പോൾ ആ ജ്ഞാനത്തിൻ്റെ പാട്ടാണ്. എന്ത് ജ്ഞാനമാണ് നമുക്കതിൽ നിന്ന് കിട്ടുന്നത്? ഭാഗവതത്തിൻ്റെ 1-ാമത്തെ അധ്യായം മുതൽ അവസാനത്തെ അധ്യായം വരെയുള്ള എല്ലാം അതിലടങ്ങിയിരിക്കുന്നു. ഉപനിഷത്തുക്കളുടെ സാരാംശം മൊത്തം അതിലുണ്ട്. ഭഗവത്ഗീതയുടെ വേദാന്ത തത്വങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നു. നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ ഏതെല്ലാം നാഴികക്കല്ലുകളായിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം അന്തസ്സത്തെയാണ് വളരെ ലളിതമായി, ഒരു അറിവുമില്ല, ഒരു പുസ്തകം പോലും വായിക്കാൻ അറിയാത്ത ഒരു വ്യക്തിക്കാണെങ്കിൽ പോലും അത് കേട്ടാൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. ആ അറിവ് മാത്രമാണോ ജ്ഞാനപ്പാനയിലൂടെ നമുക്ക് കിട്ടുന്ന അഗാധമായ ഭക്തി? ഭാഗവതം കയ്യിലെടുക്കുമ്പോഴുണ്ടാകുന്ന ആ ഭക്തിയാണ് ജ്ഞാനപ്പാന എന്ന് പറയുന്ന സുലഭമായ, ലളിതമായ ആ കൃതിയിൽ കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. കാരണം ഭക്തിയുടെ ഉന്നതമായ മേഖലയിൽ നിന്നുകൊണ്ടാണ് ഭഗവാന്റെ അനുഗ്രഹത്തോടെ എഴുതിയ കൃതിയാണ് ആ ജ്ഞാനപ്പാന. അതിൽ പൂന്താനം പറയുന്നുണ്ടല്ലോ, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി, മിത്രങ്ങൾ നമുക്കെത്ര ശിവശിവ, വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ. വിഷ്ണു ഭക്തന്മാർ ഭുവനത്തിൽ, ലോകത്തിലുണ്ടല്ലോ, പിന്നെ നമുക്ക് വേറെ മിത്രങ്ങൾ എന്തിനാണ്? ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ, ഉണ്ണികൃഷ്ണൻ നമ്മുടെ മനസ്സിൽ ഓടിക്കളിക്കുമ്പോൾ നമുക്ക് പിന്നെ ഉണ്ണികളുടെ ആവശ്യമില്ല. കണ്ടോ, ഭഗവാന്റെ അടുക്ക ചെന്നിട്ട് എൻ്റെ ഉണ്ണിയെ എന്തിനെടുത്തു കണ്ണാ എന്ന് ചോദിച്ച് കരഞ്ഞ പൂന്താനം ഭഗവാൻ ചോദിക്കുകയാണ്, എന്തിനാണ് പൂന്താനം വിഷമിക്കുന്നത്? ഞാനില്ലേ അങ്ങയുടെ മനസ്സിൽ, അങ്ങയുടെ കൂടെ എന്ന് ചോദിച്ച് ആ വേദനയെല്ലാം ഭഗവാൻ ഒപ്പിയെടുത്തു. അതാണ് നമ്മൾ ഭഗവാനിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഭക്തിയുടെ ഒരു പാരമ്യത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ എന്താണോ നമ്മളെ അലട്ടുന്ന വേദന, അത് ഭഗവാൻ അങ്ങ് ഒപ്പിയെടുക്കും, അങ്ങ് തൂത്തെടുക്കും. ഞാൻ പറയില്ല, എപ്പോഴും ഒരു വെളുത്ത പേപ്പർ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ തുടച്ച് വൃത്തിയാക്കി അവിടെ നല്ല ക്ലാരിറ്റി തരും ഭഗവാൻ. ഏത് വേദന കൊണ്ടും ഭഗവാന്റെ മുന്നിലേക്ക് ചെന്നാലും ആ വേദനയൊക്കെ ഭഗവാൻ അങ്ങ് തൂത്തെടുക്കും. ഒരു വെളുത്ത നനുത്ത ഒരു ടവലെടുത്ത് നമ്മുടെ ഹൃദയം അങ്ങ് തുടച്ചെടുക്കുന്ന പോലെ. അതാണ് നമ്മുടെ പൂന്താനത്തിന് സംഭവിച്ചത്. ആ പൂന്താനത്തിൻ്റെ ഭക്തി, ഭഗവാനോടുള്ള പ്രേമം, ഭഗവാൻ അദ്ദേഹത്തിന് കൊടുക്കുന്ന ആ സ്നേഹം, അപാരമായ ഒരു ബന്ധം. അങ്ങനെ പൂന്താനം തിരിച്ച് ഇല്ലത്തേക്ക് വരികയും വീണ്ടും ഗുരുവായൂരേക്ക് പോവുകയും ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഒരിക്കൽ ഒരു ഏകാദശി ദിവസം, നാളെ ഏകാദശിയാണ്. അപ്പോൾ പൂന്താനം ഗുരുവായൂരേക്ക് ഇങ്ങനെ വീട്ടിൽ നിന്നിറങ്ങി സഞ്ചരിക്കുമ്പോൾ കുറച്ച് സമയം അങ്ങ് അതിക്രമിച്ച് കഴിഞ്ഞു, ഇരുട്ടി തുടങ്ങി. അങ്ങനെ ഒരു വിജനമായ പ്രദേശത്ത്, അന്ന് ഇതുപോലത്തെയുള്ള യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ, വഴിയിൽ പിടിച്ചുപറിക്കാർ കള്ളന്മാരൊക്കെ ഉള്ള ഒരു സമയത്താണ് പൂന്താനം ഇങ്ങനെ നടന്നു പോവുകയാണ്.
പോകുമ്പോൾ ഭാഗവതം എപ്പോഴും ഒരു ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചിരിക്കും. പൂന്താനത്തിൻ്റെ ജീവനാണ് ആ ഭാഗവതം. ഭഗവാനാണത്. ഭാഗവതത്തിലിരിക്കുന്നത് ഭഗവാനാണ്. ആ ഭഗവാനെയാണ് പൂന്താനം ഹൃദയത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ കുറച്ച് കള്ളന്മാരൊക്കെ ഇങ്ങനെ വഴിയിൽ നിന്നുകൊണ്ട് ഈ പൊതിയിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, ഇയാളുടെ കയ്യിൽ ഒന്നുമില്ലാതെ ഒരു യാത്രക്കാരൻ വരുമോ, എന്തെങ്കിലും കാണുമെന്ന് പറഞ്ഞ് പിടിച്ചു പറിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇത് ഞാൻ തരില്ലെന്ന് പറഞ്ഞ് ആ ഭാഗവതം തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് എന്ത് ചെയ്താലും ഞാനിത് തരില്ല എന്ന് പറയുമ്പോൾ കള്ളന്മാർക്ക് സംശയമാകും. അപ്പോൾ ഇതിലെന്തോ വിലപ്പെട്ടതെന്തോ ഉണ്ടല്ലോ ഈ പൊതിക്കകത്ത് എന്ന് കരുതി അവർ ബലമായിട്ട് അതിനെ ആ ഭാഗവതം പിടിച്ചു പറിക്കാൻ ശ്രമിക്കും. അവരറിയുന്നില്ല അത് ഭാഗവതമാണെന്ന്. അതിലെന്തോ വിലയുള്ള സാധനമാണ് എന്നാണ് കരുതിയത്. പക്ഷേ ഭക്തോത്തമനായ പൂന്താനം നമ്പൂതിരിക്ക് അത് വളരെ വിലപ്പെട്ട സാധനം തന്നെയല്ലേ, ഭഗവാനല്ലേ. ഭഗവാനേക്കാളും വിലയുള്ള വല്ലതുമുണ്ടോ? അതുകൊണ്ടാണ് പൂന്താനം അത് തരില്ലെന്ന് പറഞ്ഞ് ഹൃദയത്തോട് ചേർത്ത് വെച്ചത്. അപ്പോൾ മൽപ്പിടുത്തമായി പാവം പൂന്താനം അവിടെ നിന്ന് എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞ് കരഞ്ഞു, വിഷമിച്ചു, വിളിച്ചു. എന്നെ രക്ഷിക്കാൻ ആരുണ്ടെന്നുള്ള രീതിയിൽ എൻ്റെ കൃഷ്ണ അതല്ലേ അറിയൂ, ഒരു ഭക്തൻ അതല്ലേ അറിയൂ. ഭഗവാനിലേക്ക് ശരണാഗതി അടഞ്ഞ ഏതൊരു ഭക്തനും ഏതാപത്ത് വന്നാലും ആകെ ഓടിയെത്തുവാനുള്ള ഏക ഒരു നാമം നാവിലേക്കുള്ളത് ഭഗവാന്റെ നാമമാണ്. അല്ലാതെ ആരെ വിളിച്ചാണ് നമ്മൾ വിഷമിക്കുകയും കരയുകയും രക്ഷിക്കാൻ വേണ്ടി യാചിക്കുകയൊക്കെ ചെയ്യുന്നത്? എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞ് പൂന്താനം നമ്പൂതിരി അവിടെ നിന്ന് വിഷമിച്ചു. അപ്പോൾ അകലെ ഒരു കുളമ്പടി ശബ്ദം കുതിരയുടെ. ആ കുളമ്പടി ശബ്ദം കേട്ട് മാത്രയിൽ തന്നെ കള്ളന്മാർ 4 ദിക്കിലേക്ക് ഓടിപ്പോയി പൂന്താനത്തെ വിട്ടിട്ട്. ആ കുതിരക്കുളമ്പടി അടുത്തടുത്ത് വന്നപ്പോൾ തേജസ്വിയായ മങ്ങാട്ടച്ചൻ സാമൂതിരിയുടെ കോഴിക്കോട് സാമൂതിരിയുടെ രാജാക്കന്മാരായ സാമൂതിരിയുടെ സൈന്യാധിപനായ മങ്ങാട്ടച്ചൻ ഇങ്ങനെ കുതിരയുടെ മുകളിൽ ഇങ്ങനെ തേജസ്വിയായി കടന്നു വരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന പൂന്താനത്തിൻ്റെ അടുക്കലേക്ക് കുതിരയിൽ നിന്ന് ഇറങ്ങി ചോദിച്ചു, എന്ത് പറ്റി തിരുമേനി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ കള്ളന്മാരെന്നെ പിടികൂടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഇത്രയും ഈ വിജനമായ സ്ഥലത്ത് ഇത്ര വൈകി എന്തിനാ വന്നേ, കടന്നു വരാൻ പാടില്ലായിരുന്നല്ലോ, അപകടങ്ങളൊക്കെ പതിയിരിക്കുന്ന ഈ സ്ഥലത്തൂടെയുള്ള യാത്ര വളരെ ഉചിതമായിരുന്നില്ല എന്ന് മങ്ങാട്ടച്ചൻ പറയുമ്പോൾ പൂന്താനം പറഞ്ഞ്, എനിക്കറിയാമായിരുന്നു, എങ്കിലും എനിക്ക് ഉണ്ണിക്കണ്ണനെ കാണാതിരിക്കാൻ കഴിയില്ല. നാളെ ഏകാദശിയാണ്, എനിക്ക് എങ്ങനെയും ഗുരുവായൂരെത്തണം. അതിനുവേണ്ടിയാണ് ഞാൻ വിജനമായ ഈ വഴിയിലൂടെ രാത്രി അധികമായിട്ട് ഞാൻ സഞ്ചരിക്കാൻ തീരുമാനിച്ചത് എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ മങ്ങാട്ടച്ചൻ പറഞ്ഞു, വിഷമിക്കണ്ട, പുറകിന് ഞാനുണ്ട്, മുമ്പേ നടന്നോളൂ എന്ന് പറഞ്ഞ് പൂന്താനത്തെ മുമ്പേ നടത്തി. അങ്ങനെ മങ്ങാട്ടച്ചൻ വീണ്ടും പൂന്താനത്തിൻ്റെ കൂടെ ചെന്നു. അങ്ങനെ ഒരു വഴിയിലെത്തി. അപ്പോൾ മങ്ങാട്ടച്ചൻ പറഞ്ഞു, ഇനിയും പൊയ്ക്കോളൂ, ഒന്നും ഭയക്കണ്ട, നമ്പൂരി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ്, എനിക്ക് പോകേണ്ട വഴി ഇതാണ് എന്ന് പറഞ്ഞ് ഒരു വഴി രണ്ടായി പിരിയുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് മങ്ങാട്ടച്ചൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അവിടെ ജനവാസമുള്ള മേഖലയായി. പൂന്താനം നിർഭയമായിട്ട് ഇനി സഞ്ചരിക്കാം. അപ്പോൾ എൻ്റെ ജീവനാണ് അങ്ങ് രക്ഷിച്ചത്. അങ്ങ് വന്നില്ലായിരുന്നെങ്കിൽ ആ കള്ളന്മാർ എന്നെ ഉപദ്രവിക്കുമായിരുന്നു, എൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുമായിരുന്നു. എന്നെ രക്ഷിച്ച് അങ്ങക്ക് ഞാൻ എന്ത് തരാനാണ്? എനിക്കതിന് സന്തോഷമായിട്ട് അതിനൊരു പ്രതിഫലമായിട്ട് തരാൻ മറ്റൊന്നും എൻ്റെ കയ്യിലില്ല. എൻ്റെ ഈ മോതിരമാണ്, അതങ്ങ് വെച്ചോളൂ, അങ്ങിത് സന്തോഷമായി സ്വീകരിക്കൂ എന്ന് പറഞ്ഞ് പൂന്താനം തൻ്റെ വിരലിൽ കിടന്ന മോതിരം ഊരി മങ്ങാട്ടച്ചന് കൊടുക്കുമ്പോൾ മങ്ങാട്ടച്ചൻ പറയും, ഇതൊന്നും ആവശ്യമില്ല തിരുമേനി, ഇതെൻ്റെ കടമയാണ്. ശത്രുക്കളിൽ നിന്ന് പ്രജകളെ രക്ഷിക്കേണ്ടത് രാജധർമ്മമാണ്, എൻ്റെ കടമയാണ്, ഞാൻ അതല്ലേ ചെയ്തുള്ളൂ. അങ്ങ് എന്തിനാണ് എനിക്ക് പാരിതോഷികങ്ങളൊക്കെ തരുന്നത് എന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ്, എൻ്റെ ജീവൻ രക്ഷിച്ച് അങ്ങക്ക് എന്തെങ്കിലും തിരിച്ചു തരാതെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ കൊടുത്ത ആ മോതിരം മങ്ങാട്ടച്ചൻ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു.
അങ്ങനെ അവിടുന്ന് യാത്ര പറഞ്ഞ് രണ്ടുപേരും പിരിയുന്നു. അന്ന് രാത്രിയിൽ ഗുരുവായൂരേക്ക് കടന്നു പോവുകയാണ് പൂന്താനം. ആ രാത്രിയിൽ അവിടുത്തെ ഗുരുവായൂർ മേൽശാന്തിക്ക് ഭഗവാൻ സ്വപ്നദർശനം കൊടുക്കുന്നു. നാളെ നട തുറക്കുമ്പോൾ എൻ്റെ വിഗ്രഹത്തിൽ എൻ്റെ കയ്യിൽ ഒരു മോതിരം ഉണ്ടാകും. അത് രാവിലെ വരുന്ന ക്ഷേത്ര ദർശനത്തിന് വരുന്ന പൂന്താനം നമ്പൂതിരിക്ക് അതൊക്കെ തിരികെ കൊടുക്കണമെന്ന്. ഇത് കണ്ട് ഞെട്ടിയുണർന്ന മേൽശാന്തി ആകെ വിസ്മയപ്പെട്ടു. വെളുപ്പിനെ നിർമാല്യ ദർശനമൊക്കെ നടത്തുവാൻ പൂജയ്ക്ക് വേണ്ടി അകത്തേക്ക് കടന്ന തിരുമേനി കാണുന്നത്, ആ മേൽശാന്തി കാണുന്നത് എന്താണ്? ഭഗവാന്റെ വിഗ്രഹത്തിൽ ഒരു മോതിരം. താൻ സ്വപ്ന ദർശനത്തിൽ കണ്ടത്, ആ സ്വപ്നത്തിൽ ദർശിച്ച അതേ കാര്യങ്ങളാണ് അവിടെ നടന്നത്. അത് വെളുപ്പിനെ പ്രഭാതത്തിൽ ഭഗവാനെ ദർശിക്കാൻ വന്ന പൂന്താനം തിരുമേനിയുടെ പ്രസാദത്തിൻ്റെ കൂടെ ആ മോതിരവും കൂടി തിരുമേനി പൂന്താനത്തിന് നൽകുമ്പോൾ പൂന്താനം ചോദിക്കും, ഇത് ഈ മോതിരം എങ്ങനെയാണ് അങ്ങ് എനിക്ക് തന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും, ഇത് ഞാൻ ഇന്നലെ മങ്ങാട്ടച്ഛന് കൊടുത്തതാണല്ലോ, ഇതെങ്ങനെയാണ് അങ്ങയുടെ കയ്യിലെത്തിയത് എന്ന് ചോദിച്ചപ്പോൾ തിരുമേനി താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ പൂന്താനം പറയുന്നു, ഭക്തനായ പൂന്താനം കണ്ണുനീരോടുകൂടി ചോദിക്കുന്നു, എന്നെ മങ്ങാട്ടച്ഛൻ്റെ രൂപത്തിൽ വന്ന് രക്ഷിച്ചത് അത് എൻ്റെ കണ്ണനായിരുന്നു, എൻ്റെ ഭഗവാനെ, എൻ്റെ കണ്ണാ എന്ന് പറഞ്ഞ് ഹൃദയം നിറഞ്ഞ ഭക്തിയോടെ, സ്നേഹത്തോടെ, ആ ഭക്തിയുടെ ആ പൂർണ്ണമായ അവസ്ഥയിൽ ഹൃദയമാർദ്രമായി കണ്ണുനീരോടുകൂടി പൂന്താനം അവിടെ സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുകയാണ്. എന്നെ ഏത് വിധത്തിലായാലും എൻ്റെ കണ്ണൻ രക്ഷിക്കും, അല്ലേ? അതുതന്നെയല്ലേ നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടത്. നമ്മൾ ഏത് ആപത്തിൽപ്പെട്ടാലും ഏത് സാഹചര്യത്തിൽപ്പെട്ടാലും ആരാണ് അവിടെ ഒരു രക്ഷയ്ക്ക് വരുന്നത്? നമ്മുടെ ഭഗവാനാണ് രക്ഷയ്ക്ക് വരുന്നത്. ഭഗവാനെ അതുപോലെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആദ്യം വിളിക്കാൻ പറ്റുന്ന പേര്, ആദ്യം വിളിക്കാൻ തോന്നുന്ന നാമമാണ് ഭഗവാന്റെ നാമം. അവിടെ എനിക്ക് ആരുണ്ട് രക്ഷ എന്നുപോലും ചിന്തിക്കേണ്ടി വരുന്നില്ല. ഇവിടെ എൻ്റെ കണ്ണാ, എൻ്റെ ഭഗവാനെ എന്ന് നമ്മൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ ഏത് ദുർഘട സന്ധിയിലും പ്രതിസന്ധി ഘട്ടത്തിലും ഭഗവാൻ ഒരു രക്ഷയുമായി ഓടിയെത്തും. നമ്മുടെ ഹൃദയത്തിൻ്റെ സമീപസ്ഥനായി ഭഗവാനെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. അങ്ങനെ പൂന്താനത്തിനെ കുറിച്ച് ധാരാളം ഉണ്ട്. പൂന്താനം സന്താന ഗോപാലം എഴുതിയതും പൂന്താനമാണ്. ആ സന്താന ഗോപാലം കൃതി എഴുതുമ്പോൾ അർജുനനോട് ഒരു ബ്രാഹ്മണൻ തൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ നഷ്ടപ്പെട്ടതിനെ ചൊല്ലി വിലപിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളെ വീണ്ടെടുത്ത് കൊടുക്കാമെന്ന് അർജുനൻ വാഗ്ദാനം കൊടുക്കുന്നു. അവസാനം ഈ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കുവാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ വൈകുണ്ഠത്തിലേക്ക് അർജുനനെ കൂട്ടിക്കൊണ്ടുപോയി ആ കുഞ്ഞുങ്ങളെയൊക്കെ കാണിച്ചു കൊടുക്കുന്നതാണ് സന്താന ഗോപാലം. ഭാഗവതത്തിലുണ്ടല്ലോ അത്. ആ കൃതി, സന്താന ഗോപാലം എന്ന കൃതി എഴുതി പൂന്താനം എഴുതുമ്പോൾ പൂന്താനത്തിന് ആകെ ഒരു ഈ വൈകുണ്ഠത്തിൽ പോകുന്ന കാര്യങ്ങൾ വിശദീകരിക്കാൻ പൂന്താനത്തിന് ഒരു മടി തോന്നി. പൂന്താനത്തിന് വൈകുണ്ഠത്തെക്കുറിച്ച് അറിവില്ലല്ലോ. അപ്പോഴെങ്ങനെയാണ് അത് എഴുതുന്നത്? ഇങ്ങനെയുള്ള ചിന്തയിൽ അദ്ദേഹം അവിടെ വരെ എഴുതി നിർത്തിയിട്ട് കിടന്നുറങ്ങി. അന്ന് രാത്രി ഭഗവാൻ പൂന്താനത്തെ കൂട്ടി വൈകുണ്ഠത്തിൽ കൊണ്ടുപോയി അവിടുത്തെ ആ മനോഹരമായ അതുല്യമായ ആ അനർഘമായിട്ടുള്ള ആ കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്തു. അതാണ് സന്താന ഗോപാലം. പാന, അതും പാന രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതിൽ പൂന്താനം വിവരിച്ചിരിക്കുന്ന ആ കൃതിയും പ്രിയ ഭക്തർ വായിക്കണം. അങ്ങനെ ആ പൂന്താനത്തിൻ്റെ പൂന്താനം എവിടെ ഭാഗവതം സപ്താഹങ്ങൾ നടന്നാലും ഭാഗവതം വായിക്കുന്നത് എവിടെ കേട്ടാലും ഭാഗവതോത്തമനായ പൂന്താനം അവിടെ എല്ലാം ഓടിയെത്തുമായിരുന്നു. ഏറ്റവും കണ്ണിനും ഹൃദയത്തിനും കാതിനും പ്രിയപ്പെട്ട ഒരവസ്ഥയാണ് പൂന്താനത്തിന് ഭാഗവതത്തിലൂടെ കിട്ടുന്നത്. അങ്ങനെ സപ്താഹ സ്ഥലങ്ങളിലൊക്കെ ഭാഗവതം വായിക്കുമ്പോൾ അതിൻ്റെ വിവരണം കൊടുക്കുവാൻ വേണ്ടി പൂന്താനത്തിനെ ഇങ്ങനെ ക്ഷണിക്കാറുണ്ടായിരുന്നു.
ഗുരുവായൂർ ക്ഷേത്രത്തിലും പൂന്താനം ഇരുന്ന് ഭാഗവതം വായിക്കും. വായിച്ചിട്ട് അത് വിവരിക്കുന്നു. ഭക്തിയോടെ വിവരിക്കുമ്പോൾ കേൾക്കുന്നവരുടെ ഉള്ളിൽ ഭഗവാന്റെ അനുഗ്രഹം, ആ അനുഭവം ഇങ്ങനെ കളിയാടും. പൂന്താനം ഭാഗവതം വിവരിക്കുന്നത് കേൾക്കുവാൻ ധാരാളം പേർ അവിടെ കൂടും. രുക്മിണി സ്വയംവരം എന്ന ഭാഗം പൂന്താനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വിവരിക്കുകയാണ്. രുക്മിണി ദേവി ഒരു വിപ്രൻ്റെ കൈവശം, ഒരു ബ്രാഹ്മണൻ്റെ കൈവശം കൃഷ്ണനോടുള്ള ആ അഗാധമായ പ്രണയം, ആ വിശുദ്ധ പ്രണയം, ഭഗവാനില്ലാതെ എനിക്ക് മറ്റൊരാൾ വേണ്ട, ഭഗവാനെയാണ് ഞാൻ എൻ്റെ ഭർത്തൃസ്ഥാനത്ത് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ പുരാണങ്ങൾ തൊട്ടിങ്ങോട്ടെടുത്ത് നോക്കിയാൽ ആദ്യത്തെ പ്രണയ ലേഖനം അതിന് രുക്മിണി ദേവി കൊടുത്തതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രണയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഭഗവാന് ഒരു സന്ദേശം കൊടുത്തു വിടുന്ന രുക്മിണി ദേവിയാണ്. ലോകത്തുനിന്നല്ല, ഈ നമ്മുടെ യുഗങ്ങളിൽ വെച്ച് ആദ്യം എന്ന് പറയാം, മനുഷ്യരാശിയിൽ വെച്ച്. അതിന് ശേഷമാണല്ലോ പിന്നീട് നമ്മളൊക്കെ ഉണ്ടായതും ഈ കാലഘട്ടത്തിൽ മനുഷ്യരെല്ലാം ഉണ്ടായതും പ്രണയലേഖനങ്ങളൊക്കെ കൈമാറുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ രുക്മിണി ദേവി എഴുതി കൊടുത്തുവിട്ട ആ ലേഖനത്തെക്കുറിച്ച് ഇങ്ങനെ പൂന്താനം വളരെ ഭക്തിയോടുകൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു പണ്ഡിതനായ ഒരു മനുഷ്യൻ അത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും പൂന്താനത്തിൻ്റെ അടുക്കലോടേക്ക് ഈ ആൾക്കാരെല്ലാം പൂന്താനത്തെ കേൾക്കാൻ വരികയും ആ പൂന്താനത്തിൻ്റെ ഭക്തി കൊണ്ടാണ് പൂന്താനത്തിലേക്ക് എല്ലാവരും ആകൃഷ്ടരാകുന്നത്. അപ്പോൾ മറ്റു പണ്ഡിതന്മാർ, പൂന്താനത്തെക്കാളും വലിയ പാണ്ഡിത്യമുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠരൊക്കെയുണ്ട്, ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നിത്യസന്ദർശനം നടത്തുന്നത്. അവർക്കൊക്കെ ഒരു അസൂയയാണ് തോന്നുന്നത്. ഒരു ശുദ്ധ ബ്രാഹ്മണനായ ഈ നമ്പൂതിരിയുടെ മുമ്പിൽ എത്രയോ പേരാണ് ഇതൊക്കെ കേൾക്കാൻ എത്തുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് അറിവില്ല, ഇദ്ദേഹം തെറ്റാണ് പറഞ്ഞത് എന്ന രൂപത്തിൽ അതിൽ ഒരു പണ്ഡിതൻ ചോദിക്കും, രുക്മിണി ദേവിക്ക് രുക്മിണി ദേവി ഭഗവാന് സന്ദേശം കൊടുത്തു വിട്ടു, ലേഖനം കൊടുത്തു വിട്ടു എന്ന് ഏത് ശ്ലോകത്തിലാണ് പൂന്താനം എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പൂന്താനത്തിനെ കബളിപ്പിക്കാൻ, എന്ന് വെച്ചാൽ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ പൂന്താനം ആകെ വിഷണ്ണനായി. അത്രയും ആളിൻ്റെ ഇടയിൽ പൂന്താനത്തിന് കൃത്യമായിട്ട് അറിഞ്ഞുകൂടായിരുന്നു ഏത് ശ്ലോകത്തിലാണെന്നൊന്നും. ഭക്തി കൊണ്ട് ഭാഗവതം വളരെ രസകരമായി, വളരെ ഭക്തിയോടുകൂടി ജനഹൃദയങ്ങളിലേക്ക് ഇങ്ങനെ അതിൻ്റെ വിവരണം ഇങ്ങനെ ഒഴുക്കി വിട്ടുകൊണ്ടിരുന്ന പൂന്താനത്തിന് അതിൻ്റെ ആധികാരികതയൊന്നും അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ പ്രധാനം ഭക്തിയാണ്, ഭഗവാനാണ്. അപ്പോൾ ഇദ്ദേഹത്തിനോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് വിഷമിക്കും. അപ്പോൾ ശ്രീലകത്ത് ഇരുന്ന് ഭഗവാൻ ചോദിക്കുന്നു, അങ്ങനെ ഒരു ലേഖനം രുക്മിണി ദേവി കൊടുത്തു വിട്ടില്ല എന്ന ഏത് ശ്ലോകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ അവിടെ നിന്ന ജനങ്ങളെല്ലാം നിശ്ചലരായി. ആ ഭഗവാന്റെ മന്ത്രധ്വനി ശ്രീലകത്ത് നിന്ന് തൻ്റെ ഭക്തനെ രക്ഷിക്കുവാൻ, ഭക്തൻ്റെ മനസ്സ് വേദനിച്ചപ്പോൾ ഭഗവാൻ നേരിട്ട് സംസാരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഭക്തനായ പൂന്താനത്തിന് വേണ്ടി, ഏതൊരു ഭക്തനും വേണ്ടി ഭഗവാൻ എന്ത് തെറ്റാണ്, എന്ത് ശരിയല്ലാത്തത് പറഞ്ഞാലും ശരിയായാലും ഭഗവാൻ അവരുടെ കൂടെ ഉണ്ടാകും എന്ന് അവിടെ കൂടി നിന്ന് സമസ്ത ജനങ്ങൾക്കും മനസ്സിലായി. അതുപോലെ തന്നെ പൂന്താനം വിഷ്ണു സഹസ്രനാമം ജപിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതും ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ചാണ്, വിഷ്ണു സഹസ്രനാമത്തിൽ അമരപ്രഭു എന്ന് ഒരു പ്രശ്ലേഷമിട്ട് വായിക്കേണ്ടതിന്, ആ പ്രശ്ലേഷത്തിന് അമരപ്രഭു എന്ന് വായിക്കേണ്ടതിന് പകരം ആ പ്രശ്ലേഷത്തെ വായിക്കാതെ അദ്ദേഹത്തിന് ആ അകാരം ഉച്ചരിക്കാതെ മരപ്രഭു എന്ന് അദ്ദേഹം ജപിക്കുമ്പോൾ മറ്റുള്ളവർ അദ്ദേഹത്തെ കളിയാക്കുകയുണ്ടായി. ഈ വിഷ്ണു സഹസ്രനാമം മറ്റുള്ളവർക്ക് ചൊല്ലി കേൾപ്പിക്കുമ്പോൾ അദ്ദേഹം മരപ്രഭു എന്നാണ് ചൊല്ലിയത്, അമരപ്രഭു എന്ന് ചൊല്ലേണ്ടതിന് പകരം. അമരന്മാരുടെ പ്രഭുവാണ്, അതിന് മരപ്രഭു എന്ന് ഭഗവാനെ കുറിച്ച് പറഞ്ഞതോർത്ത് കേട്ടിട്ട് പണ്ഡിതന്മാർ അദ്ദേഹത്തെ കളിയാക്കുമ്പോൾ
അപ്പോഴും ശ്രീലകത്ത് നിന്ന് ഭഗവാന്റെ ആ ഒരു ശ്രേഷ്ഠമായ സൗണ്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നു, മരപ്രഭുവും ഞാൻ തന്നെയാണ്, അമരപ്രഭുവും ഞാൻ തന്നെയാണ് എന്ന്. കാരണം മരങ്ങളായിട്ടുള്ള നിർജീവങ്ങളായിട്ടുള്ള എല്ലാറ്റിൻ്റെയും പ്രഭുവും ഞാൻ തന്നെയാണ്, അമരന്മാരുടെ പ്രഭുവും ഞാൻ തന്നെയാണ്, അല്ലേ? ഭൂമിയുടെയും ദേവന്മാരുടെ എല്ലാ അധിപൻ ഞാൻ തന്നെയാണ്. അപ്പോൾ എന്ത് പറഞ്ഞാലും അത് ഞാൻ തന്നെയാണ്. ഞാനല്ലാത്തതൊന്നും ഇവിടെ ഇല്ല. അതാണ് ഭഗവാൻ പറയുന്നത്. ഞാനാണ് ഇവിടെ കാണുന്നതെല്ലാം. പിന്നെ മരപ്രഭു എന്ന് പറഞ്ഞാലോ അമരപ്രഭു എന്ന് പറഞ്ഞാലോ അതെല്ലാം ഞാൻ തന്നെയാണ്. അവിടെ പൂന്താനത്തിന് തെറ്റിയിട്ടില്ല എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ നിൻ്റെ ഭക്തനെ എത്ര സ്നേഹിക്കുന്നു നമ്മുടെ ഭഗവാൻ. ഭക്തൻ്റെ കൂടെ തന്നെയാണ്. ഒരു ചെറിയ മിസ്റ്റേക്കിന് പോലും ഭഗവാൻ വിട്ടുകൊടുക്കുന്നില്ല ഭക്തനെ, ഒരു ചെറിയ വിഷമത്തിന് പോലും. എത്ര കെയറിങ് ആണ് നമ്മുടെ ഭഗവാന് നമ്മൾ ഭക്തരോട് ഓരോരുത്തരോടും. നമ്മൾ കരുതും എവിടെയോ, അല്ലെങ്കിൽ ഗുരുവായൂർ ശ്രീലകത്തിരിക്കുന്നു, അല്ലെങ്കിൽ വൈകുണ്ഠത്തിലിരിക്കുന്നു, അല്ലെങ്കിൽ ഗോലോക വൃന്ദാവനത്തിൽ രാധാസമേതനായി ഭഗവാൻ ഇരിക്കുന്നു. ഇവിടെ ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു കോണിലിരുന്ന് ഞാനിരുന്ന് വിഷമിച്ചാൽ എൻ്റെ ഹൃദയവേദന ആര് കാണാനാണ് എന്നുള്ള ആ അകലമില്ല ഭഗവാന്. നമ്മളാണ് ആ അകലം ഇല്ലാതാക്കിയിട്ട് എവിടെ ഇരിക്കുന്ന ഭഗവാനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർക്കുന്നത്. ഭഗവാൻ എവിടെയോ ദൂരെയാണെന്ന് തോന്നുന്നത് ഭക്തിയുടെ കുറവ് കൊണ്ടാണ്. നമ്മുടെ ഹൃദയസ്ഥനാണ് ഭഗവാൻ എന്ന് തോന്നുന്നത് നമ്മളും ഭഗവാനും തമ്മിലുള്ള അകലം കുറയുമ്പോഴാണ്. അപ്പോൾ അകലമില്ലാത്ത ഭക്തി വേണം ഓരോ ഹൃദയത്തിലും നിറയ്ക്കുവാൻ. അതുപോലെ തന്നെ നമ്മുടെ വില്വമംഗലം തിരുമേനിയുടെ ശ്രീകൃഷ്ണ കർണാമൃതം, ഭഗവാനെ കൂടെ കൊണ്ടു നടന്ന ആളല്ലേ വില്വമംഗലം തിരുമേനി. അദ്ദേഹം എഴുതിയതാണ്, സംസ്കൃത ഗ്രന്ഥമാണ് ശ്രീകൃഷ്ണ കർണാമൃതം. അതിന് മലയാളം ഭാഷ്യം രചിച്ചത് നമ്മുടെ പൂന്താനമാണ്, അത് ശുദ്ധ മലയാളത്തിൽ. അപ്പോൾ ശ്രീകൃഷ്ണ കർണാമൃതം സംസ്കൃത ഗ്രന്ഥം മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്യണമെങ്കിൽ പൂന്താനത്തിന് സംസ്കൃതം അറിയണമല്ലോ, അല്ലെങ്കിലല്ലേ പരിഭാഷയുണ്ടാവൂ. ആ പരിഭാഷ വളരെ ശുദ്ധ സാഹിത്യത്തിൽ ശുദ്ധഭാഷയിൽ ഭക്തിയോടെ എഴുതിയതാണ്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനമിരിക്കുമ്പോൾ മേൽപ്പത്തൂർ എന്ന മഹാപണ്ഡിതൻ വന്നു, എൻ്റെ ഈ ഗ്രന്ഥത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ അദ്ദേഹം അത് തിരുത്തി തരുമല്ലോ, ഇത്രയും വലിയൊരു പണ്ഡിതനെ അടുത്ത് കിട്ടിയതല്ലേ എന്ന് കരുതി പൂന്താനം ആ ഗ്രന്ഥവുമായി ചെല്ലുകയാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ മുന്നിൽ. അപ്പോൾ ഭട്ടതിരിക്ക് പൂന്താനത്തെ കാണുമ്പോൾ തന്നെ വേദ ഉപാസകനൊന്നും അല്ല, സാധാരണ ഒരു ബ്രാഹ്മണൻ, ഒരു ശുദ്ധ ബ്രാഹ്മണൻ. ഞാനോ വേദങ്ങളൊക്കെ ഉപാസിക്കുന്ന, ഉപനയനമൊക്കെ കഴിഞ്ഞാൽ വേദം ഓതുന്ന വലിയ ശ്രേഷ്ഠ കുലത്തിൽ ജനിച്ച ആളാണ്. ഇത് ഒന്നും അറിയാത്ത വെറും ഒരു ശുദ്ധ ബ്രാഹ്മണൻ. അപ്പോൾ ഇദ്ദേഹം എഴുതി വെച്ചേക്കുന്ന ഇതിലെന്തെഴുതാനാണ്? എന്തെങ്കിലുമൊക്കെ മലയാളത്തിൽ എന്തൊക്കെയോ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഇതിലൊക്കെ കാണൂ. ഇതൊക്കെ എന്നെപ്പോലെ ഒരു പണ്ഡിതൻ നോക്കേണ്ട പോലും കാര്യമില്ല എന്നും പറഞ്ഞ് മറിച്ചു പോലും നോക്കാതെ തിരിച്ചു കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. ഇതിൽ വളരെ മനസ്സിന് വളരെ വിഷമമായിപ്പോയി പൂന്താനത്തിന്. പൂന്താനം തൻ്റെ കൃതിയിൽ എന്തെങ്കിലും ഒരു പിഴവുണ്ടെങ്കിൽ ഇദ്ദേഹം അത് പരിഹരിക്കുമല്ലോ, ഇത്രയും വലിയൊരാളിൻ്റെ മുമ്പിലാണല്ലോ ഞാനിത് കൊണ്ട് കൊടുക്കുന്നത് എന്നൊക്കെയുള്ള, അതും കൊണ്ട് കൊടുക്കുമ്പോൾ ഉണ്ടൊരു കൃതി, അല്ല വികൃതി എൻ്റേതായി എന്നാണ് ചെന്ന് പറയുന്നത് മേൽപ്പത്തൂർ ഭട്ടതിരിയോട്. ഞാനൊരു കൃതി എഴുതിയിട്ടുണ്ട്, അതൊരു കൃതിയൊന്നുമല്ല, ഒരു വികൃതിയാണ്, കൃതിയെന്നൊന്നും അങ്ങയുടെ മുന്നിൽ നിന്ന് എനിക്ക് പറയാനുള്ള യോഗ്യതയില്ല എന്നാണ് ആ ഭക്തോത്തമനായ ആ പൂന്താനം കവി തൻ്റെ എളിമയാണ് അവിടെ കാണിക്കുന്നത്. അല്ല പൂന്താനം ഒന്നുമല്ല, ഞാൻ എഴുതിയതൊരു പൊട്ടത്തമാണ്, അതുകൊണ്ട് ഇതൊന്ന് പരിഹരിച്ച് ശരിയാക്കി താ എന്ന് അല്ല. അങ്ങനെ പൂന്താനം ചിന്തിച്ചത് തൻ്റെ എളിമ കൊണ്ടാണ്, അല്ലാതെ ഒരു വിഡ്ഢി കവിതയായിട്ടല്ല. അത്രയ്ക്കും മനസ്സുകൊണ്ട് സാത്വികമായി എളിമയോടുകൂടിയാണ് കൊണ്ടു കൊടുത്തത്. അതാണ് തിരസ്കരിച്ച് വിട്ടത്. അന്ന് രാത്രിയിലാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിക്ക് വാതരോഗം കലശലാകുന്നു. ഭഗവാൻ സ്വപ്ന ദർശനം കൊടുക്കുകയാണ്. എൻ്റെ ഭക്തനായ മേൽപ്പത്തൂരിനെ വിഷമിപ്പിച്ച് വിട്ടില്ലേ, അദ്ദേഹത്തിനെ സന്തോഷിപ്പിച്ചാലേ അങ്ങയുടെ വാതരോഗത്തിന് ശമനം ഉണ്ടാവുകയുള്ളൂ എന്ന്. അടുത്ത പ്രഭാതത്തിൽ തന്നെ പൂന്താനത്തിനെ വിളിച്ചു വരുത്തുകയും ആ കൃതി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ആ കൃതികളിലൂടെ കണ്ണോടിച്ചപ്പോൾ അദ്ദേഹം വിസ്മയപ്പെട്ടു പോയി. ഇത്രയും വളരെ ലളിതമായി ഗഹനമായ കാര്യങ്ങളൊക്കെ
ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ശ്രീകൃഷ്ണ കർണാമൃതം, ഭഗവാന്റെ കാര്യങ്ങൾ ഇത്ര ലളിതമായി സരളമായി എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ശുദ്ധ ഭാഷയിൽ, ശുദ്ധ സാഹിത്യത്തിൽ ഇത്രയും കാര്യങ്ങൾ ഇതിൽ എഴുതി വെച്ചിരുന്നോ? ഇത്രയും ഡെപ്തുള്ള കാര്യങ്ങളായിരുന്നല്ലോ ഇതിൽ. എന്നിട്ടാണോ ഞാനൊന്നും മറിച്ചു പോലും നോക്കാതെ ഇത് തിരസ്കരിച്ച് വിട്ടത് എന്ന് അദ്ദേഹത്തിന് തന്നെ കുണ്ഠിതം തോന്നി. അങ്ങനെ അദ്ദേഹം അത് പരിഹരിച്ചു വിട്ടു. അതിലെ കുറവുകളൊന്നുമില്ല. പൂന്താനം ഭക്തിയോടെ എഴുതുന്ന കൃതിയിൽ എവിടെയാണ് കുറവ് വരുന്നത്? ഭഗവാനല്ലേ മനസ്സിൽ ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എവിടെ ഒരു കുറവ് വരാനാണ്? അങ്ങനെ അനേക കാലം കഴിഞ്ഞു. അങ്ങനെ പൂന്താനം ഒരു 90-95 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരുന്നു. പൂന്താനം വീണ്ടും അങ്ങനെ സ്ഥിരമായി ഗുരുവായൂർ ക്ഷേത്രത്തിലൊരു സ്ഥാനം തന്നെ പൂന്താനത്തിനുണ്ടായിരുന്നു. അവിടെ ഒരിക്കൽ ഊണ് കഴിക്കുവാൻ വേണ്ടി ഇലയിട്ട് എല്ലാവരും ബ്രാഹ്മണരെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്ന ആ ഒരു വേദിയിലിരുന്ന് കഴിക്കാൻ തുടങ്ങുമ്പോൾ കഴിച്ചു തുടങ്ങിയ അവസരത്തിൽ അവിടെ പുതുതായി മേൽനോട്ടത്തിനെത്തിയ ഒരു ബ്രാഹ്മണൻ പൂന്താനത്തിൻ്റെ പുറമേ നോക്കുമ്പോൾ പൂന്താനം ഒരു ശുദ്ധ നമ്പൂതിരി. അപ്പോൾ ആഠിത്യമൊന്നും അദ്ദേഹത്തിന് പുറമേ കാണാനില്ല. അപ്പോൾ ആഢ്യന്മാരുടെ കൂടെ ഇരുന്ന് ഈ ഒരു സ്വാധി ഇരുന്ന് കഴിക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തിനെ എഴുന്നേൽപ്പിച്ച് വിടുകയാണ്, കഴിച്ചുകൊണ്ടിരുന്ന ആ കൈയോടെ എഴുന്നേൽപ്പിച്ച് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ അജ്ഞതയെ, എത്രയോ അജ്ഞരാണ് മനുഷ്യർ പുറമേ കാണുന്നതാണ് ഓരോ മനുഷ്യനെയും വിലയിരുത്തുന്നത്. പക്ഷേ അവരുടെ ഹൃദയത്തിൽ ആരാണ് കുടികൊള്ളുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ പൂന്താനം കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത്. കണ്ണുനീരോടുകൂടി കഴിക്കാനിരുന്ന ആ പാത്രത്തിന്, ആ ഇലയുടെ മുന്നിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് വിടുമ്പോൾ എൻ്റെ കണ്ണ എന്ന് പറഞ്ഞ് കരയുകയാണ്. അപ്പോൾ ഭഗവാൻ പൂന്താനത്തിനോട് പറയുകയാണ്, അങ്ങനെ കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അന്ന് രാത്രി ഭഗവാൻ പൂന്താനത്തിനോട് ചോദിക്കുന്നു, പൂന്താനം എന്തിനാണ് ഇത്രയും പ്രായമായി കഴിഞ്ഞും ഇങ്ങോട്ടിങ്ങനെ വരുന്നത്? ഞാൻ ഇനിയും പൂന്താനം ഇങ്ങോട്ട് വരണ്ട ഈ ദുഷ്ടന്മാരുടെ ഇടയിൽ. ഞാനും നല്ല വിഷമം അനുഭവിക്കുകയാണ് പൂന്താനത്തിനോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട്. അതുകൊണ്ട് പൂന്താനം ഇല്ലത്തിരുന്നാൽ മതി, ഞാൻ അവിടെ വന്ന് പൂന്താനത്തിനെ കണ്ടുകൊള്ളാം എന്ന് ഭഗവാൻ പറയുന്നു. ഞാൻ അവിടെ ദർശനം തരാം, ഇവിടേക്ക് ഇനിയും വരണ്ടെന്ന്. അതിനുശേഷം പൂന്താനം അവിടേക്ക് പോയിട്ടേയില്ല, ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ ഭഗവാൻ വന്ന് ദർശനം തന്നാലേ ഞാൻ ഭക്ഷണം കഴിക്കൂ എന്ന തീരുമാനത്തിൽ പൂന്താനം ഇരുന്നു. അങ്ങനെ പൂന്താനത്തിൻ്റെ ഇടതുവശത്തായിട്ട് ഭഗവാൻ പൂന്താനം ഇല്ലത്ത് പ്രത്യക്ഷപ്പെടുകയും, അവിടെ ഞാൻ വരുന്നു, അങ്ങയെ കാണാൻ ഞാനിവിടെയുണ്ട്, അങ്ങക്ക് ദർശനം തരുവാൻ ഞാനിവിടെ തന്നെയുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവിടെ തന്നെ ദർശനം കൊടുത്തു. അവിടെ ഇപ്പോഴും പൂന്താനമില്ലത്ത് അവിടെ ശ്രീകൃഷ്ണ വിഗ്രഹം അവിടെ വെച്ചിട്ടുണ്ട്. ആ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് പൂന്താനമില്ല ഇപ്പോഴും ഒരു പരിശുദ്ധമായ ക്ഷേത്രം പോലെ, പാവനമായ ക്ഷേത്രം പോലെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കെട്ടുകഥയാണോ? അല്ല, പൂന്താനത്തിന് സ്വപ്നം കാണിച്ചു കൊടുത്തെന്ന് പറയുന്നത്, സ്വപ്ന ദർശനം എന്നൊക്കെ പറയുന്നത് വെറും കഥകളാണോ? അല്ല. തൻ്റെ ഭക്തന്മാരുടെ മുമ്പിൽ മയക്കത്തിൽ ഭഗവാൻ വന്ന് പറയുവാനുള്ളത് പറഞ്ഞിട്ട് തന്നെ പോകും. കാണുവാനുള്ളതും കേൾക്കുവാനുള്ളതും എല്ലാം അവിടെ അനുഭവവേദ്യമാണ്. കുറേ കൂടി ഭഗവാനും ഭക്തനും കൂടി ഒന്നിച്ച് നടക്കുന്ന ഒരവസ്ഥയിൽ മനസ്സിലാവും, നമുക്ക് ശരിക്കും ദർശനം തരും. വില്ലുമംഗലം സ്വാമിയാരെയൊക്കെ പോലെ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും, മനുഷ്യരൂപത്തിൽ തന്നെ. അത്രയും ശ്രേഷ്ഠമാകണം നമ്മുടെ മനസ്സ്, ഭക്തിയുമൊക്കെ. അങ്ങനെ പൂന്താനത്തിന് ഒരു ദിവസം 90-95 വയസ്സായപ്പോൾ ഭഗവാൻ ഒരു ദിവസം പറഞ്ഞു, അങ്ങയുടെ പിറന്നാളിന് ഞാൻ അങ്ങയെ കൂട്ടിക്കൊണ്ട് പോകുവാൻ വരുന്നുണ്ട് എന്ന് ദർശനം കൊടുത്തു. അപ്പോൾ അടുത്ത ദിവസം പിറന്നാളിനുള്ള ദിവസങ്ങളായി. പൂന്താനം സന്തോഷം കൊണ്ട് അടുത്ത ഗൃഹങ്ങളിലെല്ലാം ചെന്ന് പറഞ്ഞ്, എൻ്റെ ജന്മദിനമാണ് വരുന്നത്, അപ്പോൾ ഭഗവാൻ എന്നെ കൂട്ടിക്കൊണ്ട് പോകുവാൻ വരും, നിങ്ങൾക്കാർക്കെങ്കിലും എന്നോടൊപ്പം വരണോ, ഭഗവാനെ കാണണോ, എങ്കിലും നമ്മുടെ ഇല്ലത്തേക്ക് പോന്നോളൂ എന്നൊക്കെ ചെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ അയൽപ്പക്കത്തുള്ളവരും ഒക്കെ കരുതി
പൂന്താനം അതിന് മുമ്പ് തന്നെ ഭഗവാനോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. ഇല്ലത്ത് ഭഗവാൻ ദർശനം കൊടുത്തതിന് ശേഷം ഭഗവാൻ അവിടെ മിക്കപ്പോഴും പൂന്താനത്തിനെ കാണാൻ വരുമ്പോൾ ഭഗവാനും പൂന്താനവും തമ്മിൽ സംസാരിക്കുമായിരുന്നു. ഇത് മറ്റുള്ളവർക്കൊന്നും കാണാൻ കഴിയില്ല. അപ്പോൾ ഇല്ലത്ത് അമ്മ തന്നെ കരുതും എന്തോ മാനസികമായ ഭ്രമമുണ്ടായി, ഇങ്ങനെ ഭക്തി മൂത്ത് എന്തൊക്കെയോ മാനസിക വിഭ്രാന്തിയിലാണ് ഈ തിരുമേനി ജീവിക്കുന്നത് എന്നൊക്കെ എല്ലാവരുടെ ഒരു സംസാരം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ ജന്മദിവസം ഭഗവാൻ കൂട്ടിക്കൊണ്ട് പോകാൻ വരുന്നു, നിങ്ങൾക്ക് വരണോ എന്നോടൊപ്പം എന്നൊക്കെ ചെന്ന് എല്ലാവരോടും ചോദിച്ചപ്പോൾ എല്ലാവരും വിചാരിച്ചു ശരിക്കും ഈ പൂന്താനം നമ്പൂതിരിക്ക് എന്തോ മാനസികമായ പ്രശ്നമുണ്ട്, ഭഗവാൻ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വരുന്നു എന്ന് ആരെങ്കിലും നടന്നു പറയുമോ, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന്. ഭഗവാൻ ദർശനം കൊടുത്തെന്നും ഇങ്ങനെയുള്ള നിയോഗം ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നൊന്നും മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. അതാണ് ഒരു ഭക്തൻ്റെ മനസ്സും സാധാരണക്കാരുടെ മനസ്സും തമ്മിലുള്ള വ്യത്യാസം. ഭക്തിയിലേക്ക് നമ്മൾ വന്ന് ഭഗവാനെയൊക്കെ അനുഭവിക്കാൻ തുടങ്ങിയ പിന്നെ സാധാരണ മനുഷ്യരുമായിട്ട് സമ്പർക്കപ്പെടാനേ പാടില്ല എന്ന് പറയുന്നതിന് മറ്റൊരു ഉദാഹരണമാണിത്. അവർക്ക് നമ്മളെ മനസ്സിലാവില്ല, നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ നമുക്ക് വേറെ എന്തൊക്കെയാണെന്ന്. സാധാരണ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്നവർക്ക് ആത്മീയമായ ഒരു ഉയർച്ചയിലേക്ക് പോകുന്നവരുമായിട്ടൊരു താതാത്മ്യപ്പെടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആ ജന്മദിവസം വന്നു. പൂന്താനം അതിരാവിലെ കുളിച്ച് ശുദ്ധിയായി ഭഗവാനെ കാത്തിരിക്കുന്നു. പൂന്താനത്തിൻ്റെ ഇല്ലത്തമ്മയെ സഹായിക്കാൻ ഒരു പരിചാരികയുണ്ടായിരുന്നു, ഒരു സെർവൻ്റ്. അവരും ഈ വളരെ ഭക്തയായിരുന്നു. പൂന്താനം ഭഗവാനുമായി നടത്തുന്ന സംവാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവർക്കറിയാം ഭക്തി കൊണ്ട് ഭഗവാനെ കണ്ടിട്ട് സംസാരിക്കുകയും ഭഗവാനോടാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ. പൂന്താനം ഭാഗവതം വായിക്കുകയും വിവരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവർ അവിടെ അത് കേൾക്കാൻ ഓടി ചെല്ലുമായിരുന്നു, വളരെ സന്തോഷത്തോടു കൂടി. അതൊക്കെ ഒരു പുണ്യമായി കരുതിയിരുന്നു. അങ്ങനെ സമയം വൈകുന്നു. അപ്പോൾ ഒരു ഗരുഡൻ്റെ ചിറകടി ഒച്ച കേൾക്കുന്നു. അപ്പോൾ പൂന്താനം പറയുന്നു, ഗരുഡ ഭഗവാന്റെ ചിറകടി ഒച്ച കേൾക്കുന്നു, എല്ലാവരും ഓടി വരിക എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ ജോലിക്കാരിയായ സ്ത്രീ ഓടി ചെല്ലുന്നു. പൂന്താനം നോക്കുമ്പോൾ ഇങ്ങനെ ഗരുഡ ഭഗവാന്റെ പുറത്ത് ഇങ്ങനെ വിഷ്ണു ഭഗവാൻ ഇങ്ങനെ വരികയാണ്. വന്ന് ആ പൂന്താനം ഇല്ലത്തിൻ്റെ മുറ്റത്ത് വന്ന് ഗരുഡ ഭഗവാൻ നിൽക്കുന്നു. പൂന്താനത്തിനെ രണ്ട് കൈയും ചേർത്ത് ആലിംഗനം ചെയ്ത ഭഗവാൻ ഇങ്ങനെ ആ ഗരുഡ സമേതനായിട്ടിങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ ദേ തിരുമേനി പോകുന്നു എന്ന് പറയുമ്പോൾ ഇല്ലത്തമ്മ ഓടി വന്നിട്ട് എവിടെയും ചോദിക്കുമ്പോൾ ദാ പോകുന്നു, നിനക്കും വരണോ എൻ്റെ അടുത്ത് നിന്ന് എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞ്. അപ്പോൾ പൂന്താനം തിരുമേനിയോട് പറയുന്നു, എനിക്കും വരണം അങ്ങയോടൊപ്പം, എന്നെയും കൊണ്ടുപോകുമോ എന്നിവർ ചോദിക്കുമ്പോൾ അവർ ആ സമയം നിശ്ചലമായി അവരുടെ ശരീരം താഴെ വീഴുകയും ആത്മാവ് ആ ഭഗവാനോടൊപ്പം എത്തുകയുമാണ് ചെയ്തത്. എന്നാൽ ഭക്തിയിൽ പൂന്താനത്തോളം ഒന്നും ഭക്തിയില്ലാത്ത പൂന്താനത്തിൻ്റെ ഭാര്യയ്ക്ക് അതൊന്നും കാണുവാൻ കഴിഞ്ഞില്ല. ഭഗവാൻ മനുഷ്യരൂപത്തിൽ ഭൂലോകത്ത് പ്രത്യക്ഷപ്പെട്ടാലും ഭഗവാനെ കാണുവാനുള്ള കണ്ണുകൾ ലഭിക്കണമെങ്കിൽ അത് ഭക്തിയിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ. ആ ഭക്തിയില്ലാതെ മാംസചക്ഷുസ്സുകൊണ്ട് നമുക്ക് ഈ ഭൗതിക പ്രകൃതിയെ കാണാൻ കഴിയൂ. അതീന്ദ്രിയമായ ജ്ഞാനങ്ങൾ ലഭിക്കുവാനും അതീന്ദ്രിയമായ ശക്തികളെ അനുഭവിക്കുവാനുമൊക്കെ നമുക്ക് അതീന്ദ്രിയ ജ്ഞാനം തന്നെ വേണം. അത് ഭക്തിയിലൂടെ ലഭിക്കുന്നത്. അല്ല നമ്മൾ വേറെ എവിടെ പോയി എന്ത് ചെയ്താലും നമുക്ക് ഈശ്വരൻ്റെ സാന്നിധ്യം അനുഭവിക്കാനും കാണുവാനും അറിയുവാനും ഒന്നും കഴിയില്ല. അത് ഭക്തിയുടെ ഒരു ഏറ്റവും ശ്രേഷ്ഠമായ ഉന്നതമായ മേഖലയിലെത്തുമ്പോൾ നമുക്കതെല്ലാം അനുഭവവേദ്യമാകും. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളും നമ്മളുടെ സാന്നിധ്യവും ഒക്കെ നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്താൽ അവർ പറയും ഇതൊക്കെ നമ്മൾ ചുമ്മാതെ പറയുന്നതാണെന്ന്. ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെയൊന്നും സംഭവിക്കുകയില്ല എന്ന് സാമാന്യ ബുദ്ധി വെച്ച് ഓരോരുത്തരും പറയും. അപ്പോൾ ഇതൊന്നും മറ്റുള്ളവരോട് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളും ഭഗവാന്റെ സാന്നിധ്യങ്ങളും ഒക്കെ മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പലപ്പോഴും തോന്നും. അപ്പോൾ അങ്ങനെ പൂന്താനത്തെ ശരീരത്തോടുകൂടി ഉടലോടുകൂടി ഭഗവാൻ എവിടെ എത്തിച്ചു? വൈകുണ്ഠത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ചേർത്ത് കൊണ്ടുപോയി. ക്രൂരമ്മയെയും ആ ശരീരത്തോടുകൂടി തന്നെ കൊണ്ടുപോയതാണ്. അപ്പോൾ ഭക്തി ഉണ്ടെങ്കിൽ ഇവിടെ ഭൂമിയിലെടുക്കുന്ന ശരീരവും ഒരു വിഷയമല്ല.
മറ്റു ലോകങ്ങളിലേക്ക് വിഷ്ണുപദത്തിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ മരണമില്ലാതെ ജീവിക്കാം ഈ ശരീരം കൊണ്ട് തന്നെ എന്ന് അതിലൂടെ മനസ്സിലാക്കാം. അതുകൊണ്ടാണല്ലോ പൂന്താനത്തിൻ്റെ ശരീരം അവിടെ ഉപേക്ഷിച്ചിട്ട് ആത്മാവുമായിട്ടല്ല ഭഗവാൻ പോയത്, പൂന്താനത്തെയും കൊണ്ടാണ് പോയത്. അപ്പോൾ നമ്മുടെ ഈ ഭക്തനായ ആ ഭക്തിയുടെ പാരമ്യത്തിലാണ് കവിതയായി ആ ശ്രീകൃഷ്ണ ഭക്തി ഒഴുകിയത്. ഭക്തനായ നമ്മുടെ പൂന്താനം നമ്പൂതിരിയെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓർക്കുമ്പോൾ തോന്നും കുറേയൊക്കെ അങ്ങ് പറയണം, അല്ലെങ്കിൽ ആ ഭക്തിയുടെ ഒരു അംശമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഭഗവാനെ ആ പൂന്താനത്തിൻ്റെ ആ പാദങ്ങൾ പിന്തുടരുവാൻ കഴിഞ്ഞെങ്കിൽ എന്ന് നമുക്ക് ഓരോ ഭക്തർക്കും തോന്നും. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഒരു പൂന്താനത്തിൻ്റെ ആ ഒരു ഭക്തിയിൽ നമുക്ക് ലയിക്കാം. എല്ലാവരെയും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.